പവിത്ര ഓർഗാനിക്സിൻ്റെ കെമിക്കൽ ഫ്രീ ഷാംപൂ അതിനെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഉപയോഗങ്ങളും എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളതിനെല്ലാം കുറിച്ചിട്ട് സജിൽ സാറിനോട് സംസാരിക്കാം. സജിൽ സാർ നമസ്കാരം. നമസ്കാരം. അപ്പോൾ നമ്മുടെ ഷാംപൂവിനെ കുറിച്ച് ഇന്ന് പറഞ്ഞോളൂ. പവിത്ര ഓർഗാനിക്സിൻ്റെ ഷാംപൂ എന്ന് പറയുന്നത് നമ്മളതിൻ്റെ ഏറ്റവും വലിയൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് യാതൊരുവിധ കെമിക്കലും ഇല്ലാണ്ട് സാധാരണ ഒരു ഷാംപൂ ഉപയോഗിക്കുന്ന പോലെ ഉപയോഗിക്കാവുന്നൊരു ഷാംപൂ. അതുമാത്രമല്ല, ഇപ്പോൾ ജസ്റ്റ് നമ്മൾ ഷാംപൂ ഉപയോഗിക്കുന്നത് മെയിനായിട്ടെന്ന് പറഞ്ഞാൽ നമ്മളെ ഹെയർ ക്ലെൻസിങ്ങിന് വേണ്ടിയിട്ടാണ്. സ്കാൽപ്പും നമുക്ക് ക്ലെൻസ് ചെയ്യണം. ഒരുപാട് അഴുക്ക് വരുന്ന വിയർപ്പ് വരുന്ന സ്ഥലമാണ് മുടിയുള്ള ഹെയറിൻ്റെ സ്കാൽപ്പ് എന്നൊക്കെ പറയുന്നത്. പിന്നെ ഒരുപാട് അഴുക്ക് നമ്മുടെ മുടിയിലും സ്കാൽപ്പിലും പറ്റിപ്പിടിച്ചിരിക്കും. അപ്പോൾ അത് റിമൂവ് ചെയ്യുക എന്നുള്ളതാണ് നാച്ചുറൽ മെത്തേഡിൽ. അപ്പോൾ ഇതിൽ മെയിനായിട്ട് നമ്മൾ ലിക്വിഡ് കാസ്റ്റൈൽ സോപ്പ് തന്നെയാണ്, 100% നാച്ചുറലായ ലിക്വിഡ് കാസ്റ്റൈൽ സോപ്പ് തന്നെയാണ് ഇതിൻ്റെ ക്ലെൻസിങ് പാർട്ടിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ഇത് കൂടാണ്ട് നമ്മൾ ഒരു 80% ഹെർബൽ എക്സ്ട്രാക്ട്സ് ആണ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഹെർബൽ എക്സ്ട്രാക്ട്സ് എന്ന് പറയുമ്പോൾ നമുക്ക് കറി ലീഫ്, നെല്ലിക്ക, ചെറിയൊരു കൂളിംഗ് കിട്ടാനായിട്ട് കുറച്ച് കുക്കുംബർ, നല്ല സൂത്തനിങ് എഫക്റ്റ് കിട്ടാനായിട്ട് ഇരട്ടി മധുരം, മുടി നന്നായി വളരാനായിട്ട് ഈ പറഞ്ഞ കറി ലീഫ് നല്ലതാണ്. ആൻറ്റി ഫംഗൽ പ്രോപ്പർട്ടി ഒക്കെയുള്ള നീം ലീഫ്, പേരയില, റൈസ് വാട്ടർ, ഇങ്ങനെ ഒരുപാട് പച്ചമരുന്നുകളുടെ എക്സ്ട്രാക്ട്സ്, ലിക്വിഡ് കാസ്റ്റൈൽ സോപ്പ്, ഈ പറഞ്ഞ പോലെ റൈസ് വാട്ടർ, ഇത് കുക്കുംബർ വാട്ടർ എല്ലാം ഉപയോഗിച്ചിട്ടാണ് നമ്മളിത് ഉപയോഗിക്കുന്നത്, അല്ല ഉണ്ടാക്കുന്നത് നമ്മളുടെ ഷാംപൂ. അപ്പോൾ ഇതിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നല്ല മടിയുള്ള ഒരാൾക്ക് ഷാംപൂ ഉപയോഗിക്കാത്ത ആരുമില്ല ഈ കാലഘട്ടത്തിൽ. ഒരു കാലഘട്ടത്തിൽ ഷാംപൂവിൻ്റെ അമിത ഉപയോഗമാണ് പലർക്കും ഹെയറിൻ്റെ പ്രശ്നങ്ങൾ, സ്കാൽപ്പിൻ്റെയും ഹെയറിൻ്റെയും പ്രശ്നങ്ങൾക്ക് തന്നെ കാരണമായി മാറിയത്. അപ്പോൾ നമ്മളെന്നാലും നമ്മൾ ഷാംപൂ ഉപയോഗിക്കും. നമ്മളിപ്പോൾ എന്തായാലും ചെമ്പരത്തി താളി പോയിട്ടോ അല്ലെങ്കിൽ പയറുപൊടിയൊക്കെ ഉപയോഗിക്കുന്നവർ ഉണ്ട്, പക്ഷെ വളരെ റയറാണ്. നമ്മളുടെ ലൈഫെല്ലാം വളരെ ഫാസ്റ്റാണ്. അപ്പോൾ നമുക്ക് കുറച്ച് എളുപ്പത്തിൽ ചെയ്യാവുന്ന കാര്യങ്ങൾക്കാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അപ്പോൾ 100% നാച്ചുറലായിട്ട് കുട്ടികൾക്കായാലും എത്ര ഏജ് ഉള്ളവർക്കായാലും നമ്മളുടെ ഷാമ്പു ഉപയോഗിച്ചാൽ തന്നെ അത്യാവശ്യം നന്നായിട്ട് ഹെയർ ഫാൾ നിൽക്കാനും ഒരു ആൻറ്റി ഡാൻഡ്രഫ് പ്രോപ്പർട്ടി ഉണ്ട്. കുറച്ച് നേരം ഒന്ന് തേച്ച് പിടിപ്പിച്ച് വെച്ചിട്ട് കഴുകി കളയുകയാണെങ്കിൽ ആ ഇറിറ്റേഷനൊക്കെ ഡാൻഡ്രഫിൻ്റെ മാറാനും വളരെ നല്ലതാണ്. എസ്പെഷ്യലി നമ്മൾ ഹെയർ സ്പാ ചെയ്തിട്ട് എല്ലാവരോടും ഷാമ്പു മിനിമം ഷാമ്പു എങ്കിലും ഉപയോഗിക്കാൻ പറയാം. കാരണം 80% ഹെർബൽ എക്സ്ട്രാക്ട്സ് ആണ്. 20% ഇതിൽ ഉപയോഗിക്കുന്നത് നമ്മൾ കാസ്റ്റൈൽ സോപ്പാണ്. പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മളൊരു സ്മെല്ലിനൊക്കെ വേണ്ടി ഉപയോഗിക്കുന്നത് തുളസി, അതുപോലെ തന്നെ ടീ ട്രീ ഓയിലൊക്കെയാണ്. അതൊക്കെ നന്നായിട്ട് ആൻറ്റി ഡാൻഡ്രഫും സ്കാൽപ്പിനും ഹെയറിനും ഒരുപോലെ ഗുണം ചെയ്യുന്ന പ്രൊഡക്റ്റുകളാണ്. അപ്പോൾ വളരെ നല്ലൊരു അഭിപ്രായമാണ് മാർക്കറ്റിൽ നിന്ന് നമ്മളുടെ ഷാമ്പൂവിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് മറ്റേ ഷാമ്പു കഴുകുന്ന പോലെ തന്നെ നന്നായിട്ട് പതയുക എന്നുള്ളത് നമ്മുടെ സൈക്കോളജി പ്രശ്നമാണ്. പതഞ്ഞാലേ ക്ലീൻ ആവുള്ളൂ എന്നുള്ളത്. നോർമലായിട്ട് ഒരാളുടെ ഹെയർ വാഷ് ചെയ്യാനുള്ള പതയൊക്കെ ഉണ്ട്. പിന്നെ നമ്മുടെ ട്രഡീഷണലായിട്ട് ഒരുപാട് പേർക്ക് ഒരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ ഒരുപാട് എണ്ണ വാരി അങ്ങോട്ട് കുത്തും തലയിൽ. ഇപ്പോഴത്തെ ആൾക്കാരില്ല, എന്നാലും പണ്ടത്തെ കുറച്ച് ആൾക്കാർക്ക് ആ ഒരു ക്യാരക്ടർ ഉണ്ട്. അതിന് ചിലപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാവും. ഒരുപാട് എണ്ണ തേച്ചിട്ടുണ്ടെങ്കിൽ അത് പോകാൻ ബുദ്ധിമുട്ടായിരിക്കും. സാധാരണ നമുക്കൊരു ഹെയറിലേക്ക് അല്ലെങ്കിൽ ഒരു സ്കാൽപ്പിലേക്ക് ഒരു 20 തുള്ളിയൊക്കെ എണ്ണ, ഏത് എണ്ണ ഉപയോഗിക്കുകയാണെങ്കിൽ 20 തുള്ളി മതി, ധാരാളമാണ്. അങ്ങനെയൊക്കെ ഉപയോഗിക്കുന്നവർക്കൊക്കെ അത് വാഷ് ചെയ്ത് കളയാൻ നമ്മുടെ ഷാമ്പു ധാരാളമാണ്. പക്ഷേ ഒരുപാട് എണ്ണ തേച്ചിട്ട് അത് പോകണമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നടക്കില്ല. അത്രയ്ക്ക് അങ്ങോട്ട് മീൻസ് നാച്ചുറലാണ്. ഞാൻ പറഞ്ഞു ഹെർബൽ എക്സ്ട്രാക്ട്സ് ആണ് എല്ലാം ഉപയോഗിക്കുന്നത്. ഒരു നാച്ചുറൽ അത്രയും അങ്ങനെയല്ല ചെയ്യേണ്ടത്. അത്ര ആൾക്കാർ കുറച്ച് എണ്ണ ഉപയോഗിക്കുന്നത് കുറയ്ക്കുക. ഒരു 10-20 തുള്ളിയൊക്കെ ഉപയോഗിച്ചാൽ മതി, ധാരാളം മതി. നമ്മുടെ സ്കാൽപ്പിനായാലും ഹെയറിനായാലും അതിൻ്റെ ആവശ്യമുള്ളൂ. ഒരുപാട് ഉപയോഗിക്കുന്നതിൻ്റെ ആവശ്യം വരുന്നില്ല. തീർച്ചയായിട്ടും ഷാമ്പു തേച്ചാൽ എന്തുകൊണ്ട് മുടി വളർത്തിക്കൂടാ? നമ്മൾ പറഞ്ഞു ഇതിൽ കറിവേപ്പിലയാണ് ഉപയോഗിക്കുന്നത്, നെല്ലിക്കയാണ് ഉപയോഗിക്കുന്നത്, ഇരട്ടി മധുരമാണ് ഉപയോഗിക്കുന്നത്, പേരയില ഉപയോഗിക്കുന്നുണ്ട്, നീം ലീഫ് ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെ മുടി വളരാനുള്ള, മുടീനെ സ്ട്രെങ്തൻ ചെയ്യാനും ഫോളിക്കിൾസും ക്യൂട്ടിക്കിൾസും സ്ട്രോങ് ആക്കാനുള്ള എല്ലാ ആൻറ്റി ഓക്സിഡൻസും ന്യൂട്രിയൻസും വൈറ്റമിൻസും ഒക്കെ നമ്മുടെ ഷാമ്പൂലുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഷാമ്പൂ ഉപയോഗിച്ചാൽ നമുക്ക് നല്ല രീതിയിൽ മുടി വളർച്ചേനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും.
അപ്പോൾ എന്തായാലും ഇത് നല്ലൊരു മോയ്സ്ചറൈസിങ് എഫക്റ്റ് കിട്ടും. കാരണം നമ്മളിതിൽ കുറച്ച് നല്ല നാച്ചുറൽ മോയ്സ്ചറൈസിങ് കണ്ടൻസ് ഒക്കെ ചേർക്കുന്നുണ്ട്. അപ്പോൾ കുളിച്ച് കഴിഞ്ഞാൽ സാധാരണ ഷാമ്പൂ വെച്ച് കുളിക്കുന്നത് പോലെ ഒരു ഡ്രൈ ഫീൽ നമുക്ക് വരില്ല. നിങ്ങൾക്ക് കണ്ടീഷണർ ഉപയോഗിക്കേണ്ട ആവശ്യം വരില്ല. നമ്മളുടെ ഷാമ്പൂ ഉപയോഗിച്ചാൽ നല്ല സോഫ്റ്റായിട്ട് കിടക്കും, ഹെയർ നല്ലൊരു ഹെൽത്തി ആയിട്ട് കൊടുക്കും. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മുടെ പ്രേക്ഷകരെല്ലാവരും ഷാമ്പൂ ഉപയോഗിക്കട്ടെ, എന്നിട്ട് അവരുടെ അഭിപ്രായം എന്തായാലും രേഖപ്പെടുത്തുന്നതായിരിക്കും. തീർച്ചയായിട്ടും നിങ്ങൾക്ക് 100% നാച്ചുറൽ ആയിട്ടുള്ളൊരു ഷാമ്പൂ വേണമെങ്കിൽ പരമ്പരയുടെ ഷാമ്പൂ ഉപയോഗിക്കുക. യാതൊരുവിധ ദോഷഫലങ്ങളും ഉണ്ടാവില്ല. നല്ല റിസൾട്ട് തന്നെയായിരിക്കും എല്ലാവർക്കും ഉപയോഗിക്കുക. അതിൻ്റെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. കൂടാതെ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അത് ഞങ്ങളോട് ചോദിക്കുക. താങ്ക് യു.